ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ വചനധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗി 10-ാം അധ്യായം 12-ാം വാക്യം. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂഢൻ്റെ അധരമോ അവനെ തന്നെ നശിപ്പിക്കും. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ഒരു സ്വപ്നം കണ്ടു. താൻ വളരെ വേഗത്തിൽ എവിടെയോ പോവുകയാണ്. പക്ഷേ തൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോകുന്നു. അക്ബർ ആകെ പരവശനായി. ആ രാത്രി പിന്നെ അദ്ദേഹത്തിന് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. നേരം പുലർന്നപ്പോൾ കൊട്ടാരത്തിലെ ജ്യോത്സ്യരെ വിളിച്ച് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുവാൻ ആവശ്യപ്പെട്ടു. ജ്യോത്സ്യർ പറഞ്ഞു, മഹാരാജൻ, ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വേദനാജനകമാണ്. അങ്ങയുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും അങ്ങയ്ക്ക് മുൻപായി തന്നെ മരണപ്പെടും എന്നതാണ് സ്വപ്നത്തിൻ്റെ അർത്ഥം. അക്ബർക്ക് വലിയ കോപമുണ്ടായി. ജ്യോത്സ്യരെ തുറുങ്കലിൽ അടച്ചു. എന്നിട്ട് സമാധാനമില്ലാതെ കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ചക്രവർത്തിയെ കണ്ട് ബീർബൽ കാര്യം അന്വേഷിച്ചു. അക്ബർ സ്വപ്നവും ജ്യോത്സ്യർ പറഞ്ഞ അർത്ഥവും അറിയിച്ചു. എന്നിട്ട് അതിൻ്റെ ശരിയായ അർത്ഥം പറയുവാൻ ബീർബലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബീർബൽ പറഞ്ഞു, മഹാരാജൻ, ഇതൊരു നല്ല സ്വപ്നമാണ്. അങ്ങ് ദീർഘായുസ്സോടെ ഇരിക്കുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം. അങ്ങയുടെ കുടുംബത്തിലെ എല്ലാവരെക്കാളും അങ്ങേക്ക് ദീർഘായുസ്സുണ്ടാവും. രാജാവിന് സന്തോഷമായി ബീർബലിന് വലിയ സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ജ്യോത്സ്യരും ബീർബലും പറഞ്ഞത് ഒന്നു തന്നെയായിരുന്നില്ലേ? പക്ഷേ ഒരുവനെ തുറുങ്കലിലടച്ച് മറ്റവന് സമ്മാനം നൽകി. എന്താണ് കാര്യം? ജ്യോത്സ്യർ അക്ബറിന് വേദനയുണ്ടാക്കും വിധം കാര്യം പറഞ്ഞു. ബീർബൽ അതേ കാര്യം അക്ബറിന് സന്തോഷമുണ്ടാകുമാറും പറഞ്ഞു. വസ്തുത ഒന്ന് തന്നെ, പക്ഷേ പറഞ്ഞ വിധം വ്യത്യസ്തം. ഇത് നാം എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ കാര്യവും മറ്റുള്ളവർക്ക് സ്വീകാര്യമാവും വിധം പറയേണ്ടത് അത്യാവശ്യമാണ്. സത്യമാണ് പറയുന്നതെങ്കിലും അപ്രിയമായ വിധം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എല്ലാവർക്കും വിഷമമായിരിക്കും. എന്നാൽ സ്വീകാര്യമാം വിധം അത് പറയുവാൻ കഴിയുന്നത് പറയുന്ന വ്യക്തിയുടെ സാമർഥ്യം. ഒരു കണ്ണിന് കാഴ്ചയില്ലാഞ്ഞ ഗൃഹനാഥയോട് ഭൃത്യൻ പറഞ്ഞു, ഒറ്റക്കണ്ണി അമ്മേ, അല്പം കഞ്ഞി കൂടിത്ത. അത് കേട്ട് കോപം കൊണ്ട ഗൃഹനാഥ കൊടുത്തു 2 അടി. അവർക്ക് ഒരു കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അമ്മച്ചി അല്പം കഞ്ഞി കൂടിത്ത എന്ന് പറയാമായിരുന്നു. നമ്മുടെ വാക്കുകളിലൂടെ പലപ്പോഴും മറ്റുള്ളവരെ അപഹസിക്കുന്നത് പലർക്കും ഇഷ്ടമാണ്. എന്നാൽ സതുദ്ദേശത്തോടെ എങ്കിൽ പോലും മറ്റുള്ളവർക്ക് അപ്രിയമായ വിധം പറയാതിരിക്കുവാൻ കഴിയേണ്ടതാണ്. ഏതൊരു സദസ്സിലും ഒരു വിഷയം അവതരിപ്പിക്കേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അവഗണിക്കപ്പെടും. മാത്രമല്ല, ഏറ്റവും ഉചിതമായ സമയത്തായിരിക്കണം അത് അവതരിപ്പിക്കുന്നത്. കൂടാതെ മറ്റുള്ളവർക്ക് വേദനയുണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ചിലരുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ കഠാര കൊണ്ടുണ്ടാകാവുന്ന മുറിവിലും ആഴമുള്ളതായിരിക്കും. അതൊരിക്കലും സുഖപ്പെടില്ല. ചിലരുടെ വാക്കുകളാകട്ടെ മുറിവുകളെ സുഖപ്പെടുത്തും വിധം സൗമ്യവും കുളിർമയും നൽകുന്നതാണ്. അത് ജ്ഞാനികൾക്കും മറ്റുള്ളവരുടെ സ്നേഹവും ആദരവും ഉള്ളവർക്കും മാത്രമേ സാധ്യമാവൂ. അത് സദ്ഗുണസമ്പന്നരുടെ അനുഭവമാണ്. ആ ഭാവം നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ ശ്രേഷ്ഠമായിരിക്കും. അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കുവാൻ അനുവദിക്കരുത്. കൃപയോടുകൂടിയതും ഉപ്പിനാൽ രസം വരുത്തിയതുമായ അങ്ങയുടെ ഭാവം ഉൾക്കൊണ്ട വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്നും വരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.